നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂർ ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ നടത്തുന്ന ബേബി ലീഗിന് കൊടകര ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ തുടക്കമായി. KSRTC അധികൃതരുടെ അനാസ്ഥ. സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന 35ഓളം വരുന്ന യാത്രക്കാർ മണിക്കൂറുകൾ വനത്തിൽ കുടുങ്ങി. മൂർക്കനാട് ക്ഷേത്രത്തിലെ പൂരത്തോടനുബന്ധിച്ച് നടന്ന ഇരട്ട കൊലപാതക കേസിലെ പ്രതി പിടിയിൽ. അനധികൃത മത്സ്യബന്ധനം. ബോട്ട് പിടിച്ചെടുത്ത് പിഴ ചുമത്തി. വിശദമായ വാർത്തകളിലേക്ക്. തൃശൂർ ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ നടത്തുന്ന ബേബി ലീഗിന് കൊടകര ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ തുടക്കമായി. അണ്ടർ 15 കാറ്റഗറിയിൽ കൊടകര ഫുട്ബോൾ അക്കാദമിയുടെ കുട്ടികൾ അണിനിരന്ന സേക്രഡ് ഹാർട്ട് FCയും ഫോറസ്റ്റ് SCയും തമ്മിലായിരുന്നു ആദ്യ മത്സരം. പഞ്ചായത്ത് അംഗം CDCB ഉദ്ഘാടനം ചെയ്തു. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ എലൈറ്റ് പാനൽ എംപയർ നന്ദൻ മാഷ്, അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റ് ബാബു, കൊടകര ഫുട്ബോൾ അക്കാദമി പ്രസിഡന്റ് MR രമേശ് എന്നിവർ സന്നിഹിതരായിരുന്നു. KSRTC അധികൃതരുടെ അനാസ്ഥ. സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന 35ഓളം വരുന്ന യാത്രക്കാർ മണിക്കൂറുകൾ വനത്തിൽ കുടുങ്ങി. രാത്രി 9 മണിക്ക് ചാലക്കുടിയിലെത്തേണ്ട KSRTC ബസ് എത്തിയത് 5 മണിക്കൂർ വൈകി ഞായറാഴ്ച പുലർച്ചെ 2 മണിക്ക്. ശനിയാഴ്ച മലക്കപ്പാറയിലേക്ക് പോയ ബസ് വൈകിട്ട് 5:10 മലക്കപ്പാറയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ 6 മണിയുടെ പത്തടിപ്പാലത്തിന് സമീപത്ത് വെച്ച് തകരാറിലാവുകയായിരുന്നു. ബസിന്റെ സ്റ്റിയറിംഗ് തിരിയാതെ വന്നതോടെ ബസ് വഴിയിൽ കുടുങ്ങി. 4 വയസ്സുള്ള കുട്ടികൾ മുതൽ പ്രായമായവരടക്കം 35 യാത്രക്കാർ വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമായ പ്രദേശത്ത് വെള്ളം പോലും കുടിക്കാനില്ലാതെ 4 മണിക്കൂർ നേരം ബസ്സിൽ തന്നെ കഴിയേണ്ടി വന്നു. പകരം ബസ് അയക്കാൻ യാത്രക്കാർ ചാലക്കുടി KSRTC ഡിപ്പോ അധികൃതരോട് ആവശ്യപ്പെട്ടെങ്കിലും തയ്യാറായില്ലെന്നാണ് പരാതി. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ രാവിലെ 9 മണിക്കാണ് സംഭവസ്ഥലത്തെത്തുന്നത്. മലക്കപ്പാറയിലേക്ക് പോയ 2 KSRTC ബസ്സുകൾ അവിടെ തങ്ങി പിറ്റേ ദിവസമാണ് തിരിച്ചുപോരുന്നത്. അതിൽ നിന്നൊരു വണ്ടി ഇവിടെ എത്തിച്ച് യാത്രക്കാരെ ചാലക്കുടിയിൽ എത്തിക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും ഉദ്യോഗസ്ഥർ തയ്യാറാകാതെ ചാലക്കുടിയിൽ നിന്ന് വേറെ ബസ് മലക്കപ്പാറയിലേക്ക് പോയി രാത്രി 10 മണിയോടെ കേടുവന്ന സ്ഥലത്തെത്തി അവിടെ നിന്ന് യാത്രക്കാരെ കയറ്റി ഞായറാഴ്ച പുലർച്ചെ 2 മണിയോടെ ചാലക്കുടി സ്റ്റാൻഡിലെത്തുകയായിരുന്നു. മണിക്കൂറുകളാണ് യാത്രക്കാർ വെള്ളം പോലും കുടിക്കാനില്ലാതെ കൊടുംകാട്ടിൽ അധികൃതരുടെ അനാസ്ഥ മൂലം കഴിയേണ്ടി വന്നത്. കാലപ്പഴക്കം ചെന്നതും നിലവിൽ കേടുപാടുകളുള്ള ബസ്സാണ് ഇത്രയധികം ദൂരെ വനമേഖലയിലേക്ക് സർവീസ് നടത്തിയിരുന്നത്. ശനിയാഴ്ച മറ്റൊരു മലക്കപ്പാറ ബസ്സും യന്ത്ര തകരാർ മൂലം വഴിയിൽ കുടുങ്ങിയതായും പറയപ്പെടുന്നു. സ്റ്റിയറിംഗ് തിരിയാതെ വന്നതിന് കുറച്ചുകൂടെ കഴിഞ്ഞാണ് സംഭവിക്കുന്നതെങ്കിൽ വലിയ അപകടം തന്നെ സംഭവിക്കുമായിരുന്നു. നിരവധി വളവുകളുള്ള സ്ഥലം കൂടിയാണ്. വർഷങ്ങൾക്ക് മുൻപ് തമിഴ്നാട് സർക്കാരിന്റെ വാഹനം വലിയ കൊക്കയിലേക്ക് മറിഞ്ഞ് അപകടം സംഭവിച്ചു. മെക്കാനിക്കൽ വിഭാഗത്തിന്റെയും കൺട്രോളിംഗ് വിഭാഗത്തിന്റെയും എല്ലാം വലിയ വീഴ്ചയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് പറയപ്പെടുന്നു. യാത്രക്കാരുടെ ഭാഗ്യം കൊണ്ട് മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഇല്ലാതെ 5 മണിക്കൂർ സമയം വൈകിയാണെങ്കിലും ചാലക്കുടിയിൽ എത്താൻ സാധിച്ചത് വലിയ ഭാഗ്യമായെന്ന് യാത്രക്കാർ പറഞ്ഞു. ഈ കാട്ടിക്കൂടെ ഇത്ര 80 കിലോമീറ്റർ ഓടുന്ന വണ്ടിയാണിത്. ഈ വണ്ടിയാണ് ഇങ്ങനെ കെട്ടിവെച്ച് വിടണേ. ഈ KSRTC ഒരു ഉത്തരവാദിത്തം കാണിക്കണ്ടേ. ഒരു 30 പേര് ഇപ്പോൾ യാത്രയുണ്ട് വണ്ടിയിൽ. രാത്രി ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞു. ഞങ്ങൾ 6 മണിക്കൂടെ പെട്ടിടക്കണതാ. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞു. ഇനി വണ്ടി വരണമെങ്കിൽ 1-1.5 മണിക്കൂർ പിടിക്കും. വീട്ടിലെത്തുമ്പോൾ 12 മണി കഴിയും. കുഞ്ഞി പിള്ളേരുകൾ ഭക്ഷണം കഴിച്ചില്ല. ബസ്സിൻ്റെ പാടില്ലെന്ന് പറയണേ. ഈ കാടിനുള്ളിൽ എവിടെ നിന്ന് ഭക്ഷണം കിട്ടണേ? ഞങ്ങൾ എന്ത് ചെയ്യേണ്ടത് ഇനി? മൂർക്കനാട് ക്ഷേത്രത്തിലെ പൂരത്തോടനുബന്ധിച്ച് നടന്ന ഇരട്ട കൊലപാതക കേസിലെ പ്രതി പിടിയിൽ. പുത്തൂർ പാറക്കൽ വീട്ടിൽ ആഷിഖാണ് പിടിയിലായത്. ഇരിങ്ങാലക്കുട DVSP കുഞ്ഞുമൊയ്തീൻകുട്ടി, ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ മനോജ് ഗോപി എന്നിവരുടെ നേതൃത്വത്തിൽ തൃശൂർ റൂറൽ ജില്ലാ ഡാൻസ് ഓഫ് സംഘവും ഇരിങ്ങാലക്കുട പോലീസും ചേർന്ന് അവിടിശ്ശേരിയിൽ നിന്നാണ് പിടികൂടിയത്. മോഷണ കേസ്, കവർച്ച കേസ്, കൊലപാതക ശ്രമം തുടങ്ങിയ കേസുകൾ പ്രതിക്കുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ഡാൻസ് ഓഫ് SIമാരായ ജയകൃഷ്ണൻ P, ഷൈൻ TR, ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിലെ SI KP രാജു, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സൂരജ് V ദേവ്, സോണി സേവിയർ, സിവിൽ പോലീസ് ഓഫീസർ ഷിൻഡോ എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. അതിരപ്പിള്ളി വാച്ച് മരത്ത് പിടിയാനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തി. കാണാതായ വയോധികയ്ക്കായി തിരച്ചിൽ നടത്തുന്ന കോളനി നിവാസികളാണ് കഴിഞ്ഞ ദിവസം ആനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. വനപാലകരെ വിവരമറിയിച്ചു. ആനയുടെ മൃതദേഹത്തിന് 2 ആഴ്ചയോളം പഴക്കമുണ്ടെന്നാണ് ഫോറസ്റ്റ് അധികൃതർ പറയുന്നത്.
പോസ്റ്റ്മോർട്ടത്തിനു ശേഷം ആനയുടെ മൃതദേഹം സംസ്കരിക്കും. അനധികൃത മത്സ്യബന്ധനം, ബോട്ട് പിടിച്ചെടുത്ത് പിഴ ചുമത്തി. പെർമിറ്റ് ഇല്ലാതെ അനധികൃത മത്സ്യബന്ധനം നടത്തിയ ബോട്ടിനെതിരെ കർശന നടപടിയെടുത്ത് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് അധികൃതർ. അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ MF പോളിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം തീരക്കടലിലും അഴിമുഖത്തും നടത്തിയ പരിശോധനയിൽ പെർമിറ്റില്ലാതെ അനധികൃത മത്സ്യബന്ധനം നടത്തിവന്ന എറണാകുളം മുനമ്പം പള്ളിപ്പുറം സ്വദേശി വിനുവിന്റെ ഉടമസ്ഥതയിലുള്ള സെന്റ് ജോർജ് ബോട്ടാണ് പിടിച്ചെടുത്തത്. സർക്കാർ നിശ്ചയിച്ച പെർമിറ്റ് തുക അടയ്ക്കാതെ ഇതര സംസ്ഥാന തൊഴിലാളികളെയും ഇതര ജില്ലക്കാരെയും ഉപയോഗപ്പെടുത്തിയാണ് തീരക്കടലിൽ മത്സ്യബന്ധനം നടത്തിയിരുന്നത്. പരിശോധനയും നടപടികളും കർശനമാക്കാൻ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ നിർദ്ദേശം നൽകിയിരുന്നു. ജില്ലയുടെ തെക്കേ അതിർത്തിയായ അഴീക്കോട് മുതൽ വടക്കേ അതിർത്തിയായ കാപ്രിക്കാട് വരെയുള്ള കടൽ തീരത്തും ആഴക്കടലിലും നിരീക്ഷണം ശക്തമാക്കി വരവെയാണ് അഴീക്കോട് ഭാഗത്തുനിന്ന് വന്ന ബോട്ട് പിടിയിലായത്. കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമം 1980 പ്രകാരം കേസെടുത്തു. ബോട്ടിലെ മത്സ്യം പരസ്യലേലം ചെയ്ത് ലഭിച്ച 17,500 രൂപ സർക്കാരിലേക്ക് കണ്ടുകെട്ടി. അനധികൃത മത്സ്യബന്ധനം നടത്തിയതിന് പിഴയായി 1,20,000 രൂപ സർക്കാരിലേക്ക് അടച്ചു. പ്രത്യേക പരിശോധനാ സംഘത്തിൽ AFEO സംന ഗോപൻ, മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഉദ്യോഗസ്ഥരായ VN പ്രശാന്ത് കുമാർ, VM ഷൈബു, ER ഷിനിൽ കുമാർ എന്നിവർ നേതൃത്വം നൽകി. സീ റെസ്ക്യൂ ഗാർഡുമാരായ ഷിഹാബ്, ഫസൽ, സ്രാങ്ക്, ദേവസി, എഞ്ചിൻ ഡ്രൈവർ പ്രകാശൻ എന്നിവരും ഉണ്ടായിരുന്നു. വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കുമെന്നും അനധികൃത മത്സ്യബന്ധനം നടത്തുന്ന യാനങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും തൃശൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ സുഗന്ധകുമാരി അറിയിച്ചു. മൂന്നുമുറി ഹിൽ വ്യൂ റെസിഡൻസ് അസോസിയേഷൻ 6ാം വാർഷികാഘോഷങ്ങൾ മറ്റത്തൂർ പഞ്ചായത്ത് വാർഡ് അംഗം സുമേഷ് മൂത്തമ്പാടൻ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് KS സോബി അധ്യക്ഷനായി. സെക്രട്ടറി T ബാലകൃഷ്ണ മേനോൻ, ദേശാഭിമാനി ലേഖകൻ KV ഹരീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. മറ്റത്തൂർ പഞ്ചായത്തിൽ വിവിധ രംഗങ്ങളിൽ കഴിവ് തെളിയിച്ച ഗായകൻ AS മിലൻ, ഉഷ മാണി, ജിതി സലീഷ്, KB സൂര്യഗായത്രി, KB കൃഷ്ണഭദ്ര, KS സോബി എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. കൂടാതെ കുടുംബാംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ദേശീയപാത പുതുക്കാട് സിഗ്നലിൽ നിർത്തിയിട്ട കാറിൽ KSRTC ബസ് ഇടിച്ചു. KSRTC സൂപ്പർ ഫാസ്റ്റ് ബസ്സാണ് കാറിലിടിച്ചത്. കാർ യാത്രക്കാരായി 3 പേർക്ക് പരിക്കേറ്റു. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കായിരുന്നു അപകടം. ചാലക്കുടി ഭാഗത്തു നിന്ന് വന്ന കാർ സിഗ്നലിൽ നിർത്തിയിട്ട ഉടനെ പിറകിൽ നിന്ന് വരുന്ന ബസ് കാറിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാർ നിയന്ത്രണം വിട്ട് എതിർദിശയിലുള്ള പാതയിലാണ് നിന്നത്. കാറിന്റെ പുറകുവശം തകർന്നു. കാർ യാത്രക്കാരായ 2 സ്ത്രീകൾക്കും ഡ്രൈവർക്കുമാണ് പരിക്ക്. പത്തനംതിട്ടയിൽ നിന്ന് പാലക്കാട്ടേക്ക് പോരുന്ന ബസ്സാണ് അപകടത്തിനിടയാക്കിയത്. ബസിന്റെ ചില്ല് തകർന്നു. ബസ് യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. അപകടത്തെ തുടർന്ന് ഏറെ നേരം ദേശീയപാതയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. നാട്ടുകാരും വഴിയാത്രക്കാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. മോട്ടോർ ബൈക്കിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുപോവുകയായിരുന്ന 2 കിലോ കഞ്ചാവ് സഹിതം 2 യുവാക്കളെ ചാലക്കുടി എക്സൈസ് സംഘം പിടികൂടി. കാലടി പാറപ്പുറം സ്വദേശി വാളാടിക്കൂട്ടം അലൻ, താന്നിപ്പുഴ കുറ്റുകാരൻ വീട്ടിൽ ഷാനു എന്നിവരാണ് പിടിയിലായത്. മുരിങ്ങൂർ മേലൂർ നടത്തുരുത്ത് റോഡിൽ എക്സൈസ് സംഘം നടത്തിയ വാഹന പരിശോധനയിലാണ് 2 കിലോ കഞ്ചാവുമായി യുവാക്കൾ പിടിയിലാകുന്നത്. ഇവർ സഞ്ചരിച്ചിരുന്ന ആഡംബര ബൈക്കും കഞ്ചാവ് വിൽപ്പന നടത്തി ലഭിച്ച പണവും എക്സൈസ് പിടികൂടി. സംഭവത്തിൽ കൂടുതൽ പ്രതികൾ ഉണ്ടെന്നുള്ള കാര്യം അന്വേഷിക്കുമെന്ന് എക്സൈസ് ഇൻസ്പെക്ടർ S സമീർ പറഞ്ഞു. ആസാമിൽ നിന്നും ബംഗാളിൽ നിന്നുമാണ് കഞ്ചാവ് എത്തിച്ചു കൊടുക്കുന്നത് എന്ന് പറയുന്നു. വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചാണ് ഇവർ കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്നതെന്നും അലന്റെ പേരിൽ വേറെയും കഞ്ചാവ് കേസുകൾ ഉണ്ടെന്നും പറയുന്നു. ആഡംബര ജീവിതത്തിന് പണം കണ്ടെത്താനാണ് കഞ്ചാവ് വിൽപ്പനയിൽ ഏർപ്പെട്ടിരിക്കുന്നതെന്ന് പ്രതികൾ സമ്മതിച്ചു. മേൽ നടപടികൾക്കു ശേഷം കോടതിയിൽ ഹാജരാക്കും. അന്വേഷണ സംഘത്തിൽ എക്സൈസ് ഇൻസ്പെക്ടർ S സമീർ, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ KP സുനിൽകുമാർ, EP ബോസ്, KN സുരേഷ്, PP ഷാജി, പ്രിവന്റീവ് ഓഫീസർമാരായ PK ആനന്ദൻ, ഷിജു വർഗീസ്, പിങ്കി മോഹൻദാസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത്. ചാലക്കുടി റേഞ്ച് പരിധിയിലുള്ള മേലൂർ നടുത്തുരുത്ത് ഭാഗത്ത് നടത്തിയ വാഹന പരിശോധനയിൽ KL 40U 6274 എന്ന നമ്പറോടുകൂടി ബൈക്കിൽ കടത്തിക്കൊണ്ടുവന്ന 2.3 കിലോഗ്രാം കഞ്ചാവ് കസ്റ്റഡിയിലെടുക്കുകയും അതുമായി ബന്ധപ്പെട്ട് 2 പ്രതികളെ അറസ്റ്റ് ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6715 രൂപ, പവന് 53,720 രൂപ.
ശോഭയിൽ നിൻമുഖം മാത്രം, നിൻമുഖം മാത്രം. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണ. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ നടത്തുന്ന ബേബി ലീഗിന് കൊടകര ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ തുടക്കമായി. KSRTC അധികൃതരുടെ അനാസ്ഥ. സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന 35ഓളം വരുന്ന യാത്രക്കാർ മണിക്കൂറുകൾ വനത്തിൽ കുടുങ്ങി. മൂർക്കനാട് ക്ഷേത്രത്തിലെ പൂരത്തോടനുബന്ധിച്ച് നടന്ന ഇരട്ട കൊലപാതക കേസിലെ പ്രതി പിടിയിൽ. അനധികൃത മത്സ്യബന്ധനം. ബോട്ട് പിടിച്ചെടുത്ത് പിഴ ചുമത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.